നെടുമ്പറമ്പിൽ രാജുവും കുടുംബവും മുങ്ങി, നിക്ഷേപകർ നെട്ടോട്ടത്തിൽ. നിക്ഷേപകരെ കബളിപ്പിച്ച് തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ്, നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്, NCS വസ്ത്ര, NCS ഓട്ടോമോട്ടീവ് എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ചെയർമാനുമായ രാജു ജോർജ് എന്ന NM രാജുവും ഭാര്യയും ഡയറക്ടറുമായ ഗ്രേസ് രാജുവും മക്കളും മുങ്ങിയതായി വിവരം. ഇന്ത്യയിലും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് അവയെല്ലാം വകമാറ്റി ചെലവഴിച്ചിപ്പോൾ കമ്പനി പൊട്ടി. അതോടെ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് രാജുവിൻ്റെ വസതിയിലും സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ധാരാളം കേസുകളുമായി. രാജു IPC എന്ന പെന്തക്കോസ്ത് സഭയിലെ അംഗമായിരുന്നതിനാൽ സ്വദേശത്തും വിദേശത്തുമുള്ള ധാരാളം പെന്തക്കോസ്തുകാർ ശതകോടികളുടെ നിക്ഷേപം ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നടത്തിയിരുന്നു. ദൈവവചനവും സ്തോത്രവും പറഞ്ഞ് ഇതുപോലെ ഒടുക്കം തേക്കുമെന്ന് അവരാരും സ്വപ്നത്തിൽ വിചാരിച്ചില്ല. രാജുവിൻ്റെ കോഴിപിടുത്തം വഴിയാണ് പണമെല്ലാം നഷ്ടപ്പെട്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ നേരത്തെ ITV ന്യൂസിലൂടെ വെളിപ്പെടുത്തിയത്. ഇന്ന് രാവിലെ മുതൽ രാജുവിൻ്റെ തിരുവല്ലയിലെ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ഹെഡ് ഓഫീസിൽ നൂറുകണക്കിന് നിക്ഷേപകർ വന്ന് അദ്ദേഹത്തിൻ്റെ ജനറൽ മാനേജർ എബ്രഹാം ജോർജിൻ്റെ ക്യാബിനിൽ കയറി ഹൊരാവോ നടത്തി. 50 ലക്ഷം രൂപ നിക്ഷേപിച്ച അമേരിക്കൻ മലയാളിയായ തോമസിൻ്റെ വാക്കുകൾ കേൾക്കുക. അതോടൊപ്പം നിക്ഷേപകരുടെ പ്രതിഷേധവും കാണുക. എന്റെ പേര് തോമസ്. ഞാൻ ഇംഗ്ലണ്ടിലാണ്. ഇത് മെയിൻ ഹെഡ് ഓഫീസ് അവർക്ക് ഒരേ ഒരു ഹെഡ് ഓഫീസ് തിരുവല്ലയിൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് ആണ് അതിനകത്ത് കിടക്കുന്നത്. കണ്ടില്ലായിരുന്നു, എനിക്ക് കള്ളത്തരം എന്നോട് പറഞ്ഞു കഴിഞ്ഞ മാസം എന്റെ സെറ്റിൽമെന്റ് ചെയ്യും, ആദ്യത്തെ ഒരു എമൗണ്ട് എന്റെ ബ്രദറിന്റെ കൂടെ, ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, എന്റെ ബ്രദറിന്റെ കൂടെ ഉണ്ട് പൈസ 50 ലക്ഷം രൂപ കിടപ്പുണ്ട്. ആദ്യം എന്റെ 50 ലക്ഷം രൂപ കിടപ്പുണ്ട്. കഴിഞ്ഞ മാസം എന്റെ 25 ലക്ഷം രൂപ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ബാക്കി ഈ മാസം പ്രീമച്യൂർ ആയിക്കൊണ്ട് അത് ഈ മാസം ഞങ്ങൾക്ക് സമയം തന്നെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം ചെന്നപ്പോൾ ആദ്യം പറഞ്ഞു അദാനി ആ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പോവാണ്. അദാനി കയ്യിൽ ഏറ്റെടുത്തു. അതിന്റെ അവരാണ്. പിന്നെ കഴിഞ്ഞ് പറഞ്ഞു ഗുജറാത്തിലെ ഏതോ ഒരു കമ്പനിയുമായിട്ട് ടൈപ്പായി. പിന്നെ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി. അത് അന്ന് അവൻ പറഞ്ഞത് 12-ാം തീയതി അവന് ആ എബ്രഹാം എന്ന് പറഞ്ഞ അയാളുടെ വളരെ വിശ്വസ്തനായ ഒരുത്തനാണ്, അവിടുത്തെ ജനറൽ മാനേജറാണ്, അവിടുത്തെ ആ ഓഫീസിലെ ഹെഡ് ഓഫീസിലെ. അയാൾ പറഞ്ഞത് ഇരിക്കുന്ന കാണുന്ന പ്രായമുള്ള മനുഷ്യൻ എബ്രഹാം ജനറൽ മാനേജറാണോ? അയാളാണ് ജനറൽ മാനേജർ. അയാളാണ് അവിടെ ഈ നെടുമ്പറമ്പിൽ രാജുവിന്റെ വിശ്വസ്തനായ ഒരു ആള്. അപ്പൊ പുള്ളിയുടെ എന്ത് കള്ളത്തരം നടക്കുന്നത് ഈ പുള്ളി ത്രൂ ആണ്. പുള്ളിക്ക് അറിയാൻ മേത്ത ഒരു ഡീലും ഇല്ല അവിടെ. അപ്പോൾ 25 ലക്ഷം രൂപ എനിക്ക് കഴിഞ്ഞ മാസം തരാമെന്ന് പറഞ്ഞു. ഇതുവരെ എനിക്ക് ഒരു നയ പൈസ തന്നിട്ടില്ല. എനിക്ക് പൈസ നിങ്ങളെ പലിശ വേണ്ട, ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ പൈസ തിരിച്ചു തരിക, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് 1 രൂപ പോലും അവർ ഇതുവരെ തന്നിട്ടില്ല. കഴിഞ്ഞ മാസം എന്നും എനിക്ക് അവൻ മെസ്സേജ് ഇടുമ്പോൾ അവൻ എന്നെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഇന്നലെ ലേറ്റസ്റ്റ് മെസ്സേജ് ഇപ്പൊ എന്ന് പറയാം, ഇലക്ഷൻ കഴിയട്ടെ അടുത്ത പൈസ. ഈ മെസ്സേജ് ഇപ്പൊ എബ്രഹാം ജോർജ് എന്ന് പറഞ്ഞ ആള് എനിക്ക് ഇംഗ്ലീഷിലെ മെസ്സേജ് ഇട്ടത് ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേന് ഫണ്ട് വരാനുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു തന്നെ ലോറിയിലാണോ വരുന്നത് ചോദിച്ചു പൈസ. അപ്പൊ അയാൾ പറയുന്നത് ലോറിയിലാണ് വരുന്നത്, ED ഇതൊക്കെ ചെക്ക് ചെയ്ത് റെസിപ്റ്റ് ഒക്കെ അയച്ചേ വിടത്തുള്ളത്. അപ്പൊ അവൻ വാ തുറന്നാൽ കള്ളത്തരേ അവൻ പറയത്തുള്ളൂ. ആർക്കും 1 രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. ഒത്തിരി മണ്ടന്മാരായ ജനങ്ങൾ പിന്നെയും അവിടെ കൊണ്ട് പൈസ ഇടുന്നുകൊണ്ട് അവൻ ആ പൈസ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് ചിലർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ കുറെ സ്റ്റാഫുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ. ആ സ്റ്റാഫും അതിനകത്ത് പൈസ എടുത്തിട്ട് അവര് മുങ്ങുവാണ്. അവിടുന്ന് അവര് ഇത്ര കാശ് എടുക്കുക, അവര് മുങ്ങുക. ഇപ്പൊ ഉത്തരവാദിത്തമായിട്ട് ഇയാൾ മാത്രമേ ഉള്ളൂ. അവിടെ എന്തോ പറയുന്ന ഒരു ഷോക്കേസിൽ ഒരു പീസ് വെച്ചേക്കുന്നവൻ അവൻ മാത്രം അവിടെ ഇരിപ്പുണ്ട്, എബ്രഹാം ജോർജ്. അവന്റെ വീട് തീയാടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റാന്നി തീയാടിക്കലുകാരനാണ് അയാള് ഒരു മർത്തോമക്കാരനാണ്. പക്ഷെ അയാൾ ഇത്രയ്ക്ക് നീചനായ ഒരു മനുഷ്യനാണ്. ഗൾഫിൽ അയാളുടെ സ്ത്രീകൾ എല്ലാവർക്കും കൂടി ചോദിക്കുന്നത് രാവിലെ ചോദിക്കുന്നത്, നീ വന്നതിന് ശേഷമാണ് ഈ കമ്പനി ഇത്ര മെസ്സേജ് വന്നപ്പോൾ പറഞ്ഞു ഞാൻ എന്റെ അമ്മയപ്പനെ നോക്കാൻ വേണ്ടി ഇവിടെ വന്നതെന്ന്. അമ്മയപ്പനെ നോക്കാൻ വന്നവർ അമ്മയപ്പനെ നോക്കിയിരിക്കണം. നാട്ടുകാരുടെ കാശ് മോട്ടിച്ചേച്ച് ഈ പണിയെല്ലാം കാണിക്കേണ്ടത്. എനിക്ക് പല ഡേറ്റുകൾ തന്നു. വരുന്ന ആൾക്കാര് എന്റെ ചേട്ടാ 1-2 ആൾക്കാരല്ല അവിടെ വരുന്ന അനേകം ആൾക്കാര് അവിടെ ഒരു നിവൃത്തിയില്ലാതെ ഇൻഷുറൻസിന്റെ കാശ്, കെട്ടിടത്തിന് മണ്ടയിൽ വീണ് ഇൻഷുറൻസ് മരിക്കാനായിട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഇവരെ കാശ് ഇവന്റെ മകൻ അൻസൻ എന്ന് പറഞ്ഞവന് അലൻ ഇവരിൽ ആരോ ഒരാൾ പോയി അവരുടെ വീട്ടിൽ തൃശ്ശൂർ എവിടെയോ പോയി ഇവിടെ വാങ്ങിച്ചോണ്ട് വന്നു. കാശ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് അവര് പിടിച്ചിനകത്ത് ചേർത്തേക്ക് 10 പൈസ ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇത് എന്നും ഇവരോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഇതിന് തീരുമാനം ഉണ്ടായില്ല. ഞാൻ വളരെയധികം വിഷമത്തിലാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്. നമ്മുടെ സഹോദരനെ കൊണ്ട് ഞാൻ ഇതിനകത്തിട്ട് അപ്പോഴും ഞാൻ മൂവാറ്റുപുഴ ബ്രാഞ്ചിലാണ് ഈ പൈസ കൊണ്ടിട്ടത്. പക്ഷേ
അവിടെയുള്ളവർ പറയുന്നത്, അവിടുത്തെ മാനേജർ പറയുന്നത് പിന്നെ ഇതിങ്ങനാണല്ലോ, പിന്നെ അവിടെ പോയി സംസാരിക്കുക. അവിടെ പറയുന്നത് ഇവിടെ പോയി ഞങ്ങളെ ഒരുമാതിരി കുരങ്ങ് കളിപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ ജനുവരി പോലും ഞാൻ പറഞ്ഞിരിക്കും എനിക്ക് എൻ്റെ പൈസ വേണം, നിങ്ങളുമായിട്ട് ഒരു പരിപാടി വേണ്ട, എനിക്ക് എൻ്റെ പൈസ വേണം. അന്ന് പോലും ഞാൻ ഈ ന്യൂസ് ആദ്യം സുനിയേട്ടനും ആദ്യം ന്യൂസ് വെളി ഇറക്കിയപ്പോൾ പോലെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടുക. അന്ന് ഞാൻ അന്ന് പോലെ ഇവരുടെ അടുത്ത് പോകുന്നു. പക്ഷെ ഇവരെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇത് എൻ്റെ തെറ്റല്ല, ഞങ്ങളുടെ കുറ്റമല്ല, പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് പല ഒഴിവുകൾ പറഞ്ഞ് എന്നോട് അന്ന് പോലെ ഇട്ട് പറ്റിച്ചോണ്ടിരിക്കുക. ഇന്ന് വരെ എനിക്ക് ഒരു നയാ പൈസ എനിക്ക് തന്നിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ അവർ ഇത് ഇപ്പോഴും പറയുന്ന ലാസ്റ്റ് മൂമെന്റിലെ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ ഇട്ടത്. ഇത് പറഞ്ഞല്ലേ ഇതുപോലെ ഇത് ഇന്ന കാരണത്താലാണ് അത് കൊടുക്കാൻ പോകുന്നത്, അടുത്ത മാസമാണ് അത് കൊടുക്കാൻ ഈ മാസം അവസാനം 30-ാം തീയതി എല്ലാവർക്കും കൊടുക്കും. ലോറി കണക്കിനാണ് പൈസ വരുന്നത്, വലിയ ഫണ്ട് വരുന്നുണ്ട്. ഇത് പറയുകയല്ലാതെ ഒരു മനുഷ്യർക്ക് ഒരു അന്ന് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പം വേറെ കള്ളത്തിലാണ് പറയുന്നത്. NM രാജുവിന്റെ വോയിസ് റെക്കോർഡാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം ഇട്ട് തന്നത്. 1 മണിക്കൂർ കോൺവെർസേഷൻ ഉണ്ട് ഞങ്ങൾ. അയാൾ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിധി എന്നയാളുടെ വായിന്ന് വീണു. അപ്പോൾ ഈ മണ്ടന്മാരെ ജനങ്ങൾ വിശ്വസിച്ച് ഓരോ ഡേറ്റ് കൊടുക്കും. അതായത് ഇതിന്റെ മുതലാളി പറയുന്നു കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വിധി. അപ്പം അവന് ഒരു ഉദ്ദേശവുമില്ല പൈസ കൊടുക്കാനും, അവന് ഇവിടുന്ന് രാജ്യം വിടാനുള്ള എല്ലാ പരിപാടികളും അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അത് ഈ ജനങ്ങൾക്ക് അറിയുന്നില്ല. പ്രധാനമായിട്ട് കാര്യം ജനങ്ങൾക്ക് അറിയണം. അപ്പൊ ഇതുവരെ ഇവന്റെ കള്ളത്തരങ്ങൾ ആര് പറഞ്ഞിട്ട് ഓരോ ദിവസത്തിൽ തന്നെ ഓരോ മുടക്ക് ന്യായങ്ങളാണ് അവൻ പറയുന്നത്. ഇത് കൊടുക്കണം ചേട്ടാ, ഇത് കൊടുക്കണം. കാരണം പാവങ്ങളായ അനേകം ജനങ്ങൾ ഇനിയും ഈ വിഡ്ഢിവേഷം കെട്ടി ഇവന്റെ മുമ്പിൽ ഓഫീസിൽ കയറി ഇറങ്ങുക, ഓരോ ഡേറ്റുകളും പറഞ്ഞ് മുടങ്ങൻ ന്യായങ്ങൾ പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അവസാനം പറഞ്ഞിരിക്കുന്നത് April 30 ആരുടെയും കാശ് കൊടുക്കാന്ന് പറയും. പക്ഷെ 1 രൂപ കൊടുക്കാൻ പോകുന്നില്ല ആരുടെയും. ഇത് ഈ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ കുറെ മാസം, കഴിഞ്ഞ 8 മാസമായിട്ട് ആൾക്കാർ, ഞാൻ വേറെ നമ്പരും തരാം, 8 മാസമായിട്ട് ആൾക്കാർ അവിടെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അമേരിക്കക്കാരൻ സ്കൂളിന്റെ പൈസ 1.5 കോടി രൂപ. ഞാൻ പറഞ്ഞത് 1000 നന്ദി നിങ്ങൾ ഈ ന്യൂസ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇനിയും ജനങ്ങൾ അറിയുന്നു വിഡ്ഢികളെ വിഷം കെട്ടി പലരും ഇതുപോലെ കൊണ്ട് പൈസ പിന്നെ ഇടുന്നുണ്ട്. അത് അറിയാതിരിക്കും. ഇവന്റെ വാക്കിൽ വിശ്വസിക്കുന്ന അനേകം ജനങ്ങൾ. ഇവന് ഒരു പൈസ ആർക്കും കൊടുത്തിട്ടില്ല. എനിക്ക് കഴിഞ്ഞ മാസം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ് എനിക്ക് ഇതുവരെ 1 രൂപ തന്നിട്ടില്ല. പലിശയോ എനിക്കതൊന്നും വേണ്ട, എനിക്ക് എന്റെ മുതൽ മതി. എന്റെ പൈസ ഞാൻ ഇട്ട കാശ് അധികം നാൾ പോലും ആയില്ല. 2021 ഞാൻ ഇട്ട അധികം നാൾ പോലും ആയില്ല. അവൻ എന്നോട് അന്ന് പറഞ്ഞത്, അതായത് മൂവാറ്റുപുഴ ബ്രാഞ്ച് മാനേജരോട് അന്നേ പറഞ്ഞത്, എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ് പിൻവലിക്കാൻ നിങ്ങൾക്ക് എടുക്കാം, 1 മാസം നോട്ടീസ് തന്നാൽ മതി. ഞാൻ 6 മാസം നോട്ടീസ് ആയി കൊടുത്തിട്ട് ഇതുവരെയായിട്ട് എനിക്ക് 1 രൂപ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അതുപോലെ വിഷമം കൊണ്ടാണ് ഇത് വിളിച്ച് പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ സഹോദരനെ വരെ അതിനകത്തുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. അപ്പം അവനൊരു ആവശ്യം വന്നിടത്തും നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയും നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കുക. ട്രാൻസാക്ഷൻ നടത്തി എന്തോ അവന്റെ ക്യാബിനിൽ ഞങ്ങൾ എടുത്താണ്. ആ ട്രാൻസാക്ഷൻ നടത്തി എന്തോ പേപ്പറുകളുണ്ട്, അതും വേണേൽ ഫോർവേഡ് ചെയ്തു. പിന്നെ അതുപോലെ വരുന്നവരെല്ലാം കാണിക്കുന്ന സ്ഥലം കൊടുക്കാനുണ്ട്. അത് ഫേക്ക് പ്രോപ്പർട്ടി ഇതാണ്, അവന് ലാൻഡിന്റെ ഒരു പേപ്പറുണ്ട്. അതും ഞങ്ങൾ ഡേറ്റ് നോക്കിയപ്പോൾ 2023 കഴിഞ്ഞ അതിന്റെ. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആൾക്കാരെ കാണും, നമ്മൾ ആരും വായിച്ചു നോക്കുന്നില്ല. പക്ഷെ ഇവൻ എടുത്തു നോക്കുന്നുണ്ട്. ഇതിനകത്ത് കിടക്കുന്നതെല്ലാം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കാനുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അനേകം വിഡ്ഢിവേഷം ആളുകൾ കൊണ്ട് അവിടെ പൈസ ഇടുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ 50 ലക്ഷം രൂപ അടി മൂവാറ്റുപുഴയിലാണ് ഇട്ടേക്കുന്ന പൈസ. ഷുഗറുണ്ടോ മോൻ? ഷുഗർ ഉണ്ടോ? ആണോ? ചുമ്മാതെ നിന്നാൽ നിങ്ങൾക്ക് 10 പൈസ കിട്ടത്തില്ല കേട്ടോ. നന്നായിട്ട് പ്രതികരിച്ചാലേ കിട്ടത്തുള്ളൂ. കിട്ടില്ല. നിങ്ങൾ പൈസ രാജിനെ മേടിച്ചു കാശ് കിട്ടിയില്ലെങ്കിൽ നിൻ്റെയൊക്കെ വിധിയാണ് രൂപ. എന്നോട് രാജ്യം കിട്ടിപ്പോൾ ഞാൻ 4 ദിവസം മുന്നേ രാജ്യം പറയാം കാശ് കിട്ടിയില്ലെങ്കിൽ വിധിയാണ് കൂടിക്കോളാം. അങ്ങനെയുണ്ട്. മാധ്യമങ്ങളെയെല്ലാം വേണ്ട പോലെ തീവട്ടി രാജു കൈകാര്യം ചെയ്തിരിക്കുന്നതിനാൽ ഇതുപോലെയുള്ള വാർത്തകളൊന്നും പുറംലോകം അറിയില്ല. അതുകൊണ്ട് തന്നെ പുതുതായി പലരും ഇവരുടെ ബ്രാഞ്ചുകളിൽ കൊണ്ട് ഇപ്പോഴും പണം നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത. ഇത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഇനി ആരും ഈ തീവട്ടിയുടെ വലയിൽ അകപ്പെടരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.